ഇവിടെ കളിക്കുന്ന മക്കളൊക്കെ ആൽഫ ജനറേഷനായി കളിക്കുന്ന മക്കളൊക്കെ പ്രത്യേകത എന്താ? ഇതേ കളിക്കണുണ്ട്, ഒരു ഡോക്ടർ എഞ്ചിനീയറായി കളിക്കണേ. ദേ ഒരു ഡോക്ടർ തൂങ്ങി ആടുന്ന്, ഇതേ തൊട്ടപ്പുറത്തൊരു എഞ്ചിനീയർ വർത്താനം പറയണേ ഉണ്ടോ? അതാ. അപ്പോൾ ഇതാണ് ആൽഫ ജനറേഷൻസ്. പ്രത്യേകത എന്താ? ഭാഷാരീതി, സ്വഭാവ രീതി, പഠന രീതി, അവരുടെ വിശ്വാസ രീതി, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ചിന്തിക്കുന്ന രീതി, അവർ സ്വീകരിക്കുന്ന ചില സെലിബ്രിറ്റികളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന റോൾ മോഡൽ, ബ്രാൻഡ് അംബാസഡർ സെലിബ്രിറ്റികളൊക്കെ ടോട്ടലി ചേഞ്ചാണ്. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറയും നിൻ്റെ റോൾ മോഡൽ ആരാ? ചിലർ പറയും APJ അബ്ദുൽ കലാം, ചിലർ പറയും ആരാന്നൊക്കെ ചോദിച്ചാൽ അല്ലേ KR നാരായണൻ, APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൻ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറയുന്ന നോക്കും അല്ലേ. എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡലൊക്കെ പറയും. ഇവരോടൊക്കെ ചോദിച്ചാൽ എന്താ അവർ പറയുന്നത്? എൻ്റെ റോൾ മോഡൽ. എന്നാലും കുട്ടിയോട് ചോദിച്ചപ്പോൾ ആരാ മോൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ പറഞ്ഞു ആ പേര് അവിടെ പറയുന്നില്ല, ലൈവ് നടക്കുന്നുണ്ട്. ഏതോ ഒരു ചങ്ങായിൻ്റെ പേരാ പറഞ്ഞത്. അവൻ്റെ പരിപാടിയോ മേത്ത് തുപ്പും, കാർക്കിച്ച് തുപ്പും, തോണ്ടും മാന്തും അല്ലേ. നിങ്ങൾക്കറിയാം എന്താ ഡുപ്പിയോ അതൊക്കെ അവൻ്റെ പേര്. അവനെ ഇഷ്ടം നമ്മുടെ മക്കൾക്ക്. അപ്പോൾ നോക്കണം, വിരുദ്ധമായ ചില പ്രതിഭാസങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ റോൾ മോഡലായിട്ട് ഈ ആൽഫ ജനറേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം. അവരുടെ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് നമുക്ക് ഈ ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റൂല. കാര്യം എന്താ? അവർ സൈബർ റിലേറ്റഡുമായി ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരച്ഛൻ്റെയും അമ്മയുടെയും മടിയിലൊന്നും വന്നങ്ങനെ ഇരിക്കൂല. അവരച്ഛൻ്റെ അമ്മയുടെ മടി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അച്ഛൻ്റെ അടുത്ത് വേർത്ത് വരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ Z ജനറേഷൻ കാലഘട്ടത്തിലൊക്കെ ഉപ്പയും അച്ഛനൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മളടുത്ത് പോയിട്ട് ബഹുമാനത്തോടു കൂടി എൻ്റെ അച്ഛനാ, എൻ്റെ ഉപ്പയെന്നൊക്കെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് മക്കൾക്കൊക്കെ കുറവാണ് അങ്ങനെ പറയേണ്ട കാലം കുറവാണ്. ഇന്ന് മക്കൾ മടി വന്നിരിക്കുന്നത് എന്തിനാ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് നൈസായിട്ട് നിങ്ങളുടെ പതുക്കെ എടുക്കും ഇങ്ങനെ അല്ലേ. പതുക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് തരും. ലോക്ക് അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറയും. ലോക്കങ്ങൾ മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്താൽ പിന്നെ അതിലങ്ങോട്ട് കൂടി ചെറുത് അല്ലേ. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് മക്കൾ അപ്പന്മാരുടെ അടുത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ കൂടെ വരും, അവർ നമ്മളൊരു ATM മെഷീനായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ. ആവശ്യമുള്ള പണം അങ്ങോട്ട് കുത്തിയെടുക്കുന്ന ATM ഉപകരണമായി ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ മാറി എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം. മക്കളെ ഒന്നും ഞാൻ കുറ്റം പറയുകയല്ല. കാരണം അവരുടെ ശീലങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ അവർ പണ്ട് നമ്മൾ ഒരു പന്തുണ്ടാക്കി തട്ടിക്കളിച്ച് പന്ത് അറുത്തപ്പെട്ട് പറമ്പിൽ പോകുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് എപ്പയിലും തൊട്ടാവാടിയിൽ തുകയ്ക്കകത്തൂടെ നടന്ന് അതുപോലെ കഷ്ടപ്പെട്ട് ആ കാട് മൊത്തം വകഞ്ഞു മാറ്റി പന്ത് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ പന്ത് എടുത്ത് ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞു കൊടുത്ത് മതിൽ ചാടി വന്നിട്ട് ആ ചൊറിയനോട് കൂടി കളിച്ച് കുത്തി മറിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന ഇല്ലേ ആളുകളായിരിക്കണേ. ഇപ്പോഴത്തെ മക്കളെ ആർക്കെങ്കിലും പന്തുണ്ടാക്കാൻ കിട്ടുമോ? മൈതാനത്ത് പന്ത് കെട്ടാൻ കുട്ടികളെ കിട്ടുമോ? അതേപോലെ പുൽമൈതാനത്തും ഇല്ല പൊടിയുള്ള മൈതാനത്ത് അവർക്കിന്ന് ടർഫ് വേണം. ടർഫിൽ അവർ കളിക്കുകയുള്ളൂ. അവരെ കാലിൽ മണ്ണെന്ന് നോക്കാൻ പറ്റൂല. പന്ത് അടിച്ചാൽ അവിടെ വീഴണം, തൊട്ടപ്പുറത്ത് പോകാൻ പറ്റില്ല. നെറ്റിങ്ങനെ കെട്ടിയേക്കുക ടർഫിനകത്ത്. അടിച്ച പന്ത് അവിടെ തന്നെ വീഴണം. കളിയെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ കുളിക്കണം, അവിടെ തന്നെ ഫുഡും ഉണ്ട്, അവിടെ തന്നെ തിന്നും വേണം. കാരണം അങ്ങനായി മാറി, കുട്ടിക്ക് സമയമില്ല. ഇന്ന് രാത്രി അല്ലേ മില്ലേനിയം ജനറേഷനും Z ജനറേഷൻ്റെ ഒക്കെ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയാണ്? അന്ത്യത്താഴം അത്തപ്പഴത്തോളം കഴിച്ച് വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കിനും ഉമ്മ സകല ലൈറ്റുകൾ പണയ്ക്കും വീട്ടിനകത്ത്. അവസാനത്തെ കുറ്റിയിടും വീടിനകത്ത്. കിടന്നുറങ്ങിക്കോണം. ഇപ്പം മക്കൾ ഉറങ്ങുമോ? മക്കൾക്ക് രാത്രി ഉറക്കമുണ്ടോ? രാത്രി പകല നമ്മുടെ മക്കൾക്ക് ഇപ്പം കുട്ടികൾക്ക് രാത്രി പകല. ഒരു ബൈക്ക് വരും വീടിന് മുമ്പിൽ, ഉമ്മ ഓടിപ്പോയി നോക്കും. സ്വന്തം മകൻ വീട്ടിനകത്ത് ഇറങ്ങി ഓടുകയാണ്. ആര് കൂടെയാണ് പോയത്? വന്നതാര്, പോയതാര്, എവിടെ പോയതൊന്നും അമ്മമാർക്ക് അറിയണില്ല. ഉപ്പമാരോട് അച്ഛന്മാരോടൊന്നും അമ്മമാർ പറയണില്ല. കാര്യം എന്താ? പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യൻ അവിടെ ഹൃദയം പൊട്ടി മരിക്കും മകൻ്റെ ചെയ്തികൾ അറിഞ്ഞാൽ. എല്ലാം ഉമ്മ ഹൃദയത്തിൽ ഒതുക്കുകയാണ്. പിന്നെ ഉമ്മയ്ക്ക് പേടിയാണ്. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഭർത്താവ് പറഞ്ഞാൽ അന്നെ ഏൽപ്പിച്ചാൻ പോയതല്ലേ, എന്താ കാട്ടിയ കുട്ടികളെ, ജന്തൊലയ്ക്ക് അവിടെ കുട്ടികളെ വളർത്തിയതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ആ സാധു സ്ത്രീക്ക് സാധിക്കണില്ല. പഴുതുകൊണ്ട് പലതും അവൾ ഭർത്താവിനോട് മറച്ചു വെച്ചു. അവൾ കുറ്റമല്ല. ഭർത്താവിന് ബഹുമാനമില്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല. ആ സാധു സ്ത്രീ എല്ലാ ഹൃദയത്തിൽ ഒളിപ്പിക്കുക ചെയ്തത്. മകൻ ഇറങ്ങിപ്പോയി. സമയം രാത്രി 12 കാണുന്നില്ല. ഫോണിൽ വിളിയാണ്, മോനെ ഞാൻ എവിടെയുള്ളത്, ഞാനിന്ന് ഉണ്ടാക്കാം മോന്ന് പറഞ്ഞത്. വെറുപ്പിക്കല്ലേ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, ഞാൻ ബീച്ചിലുണ്ടേ, ഇവിടെ മ്യൂസിക് കേൾക്കാൻ വന്നാണ് എൻ്റെ ഉമ്മ, നിങ്ങൾ ഉണ്ടാക്കി ഒന്ന്, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ കരകരകരാന്ന് വിളിക്കണം, നിങ്ങൾ ഒരു തൊയ്രം തരൂല, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല. പക്ഷെ അമ്മ എന്താ? അമ്മ ഹൃദയം നുറുങ്ങിപ്പോവുക. കാരണം ഓരോ ദൈനംദിന ദിവസത്തിനകത്തും ആ സാധു മാതാവ് കേൾക്കുന്ന വാർത്തകൾ എങ്ങനെയാ? എൻ്റെ മകൻ എവിടെ, എപ്പോൾ, ആരുടെ കൂടെ, എങ്ങനെയാകും തിരിച്ചറിയാൻ പറ്റണില്ല അല്ലേ. ലോകം അങ്ങനെ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ആൽഫ ജനറേഷൻ എന്ന് പറയപ്പെടുന്നത് അവർക്ക് ഇന്ന് അവരോട് പറയാൻ പറ്റും, എടാ അസമയത്ത് ഇറങ്ങി നടക്കരുതെന്ന്. ഒരു തിരിച്ചു ചോദിക്കും, അസമയമോ? അങ്ങനെ സമയം ഉണ്ടോ ഉമ്മ ഉപ്പ? അസമയം ഏതാ? അസമയം ഏതാ? എല്ലാം നല്ല സമയമല്ലേ.
18 വയസ്സായി ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക് അവിടെ 18 വയസ്സാകട്ടെ ഞാൻ കാട്ടിത്തരാം അല്ലേ. 18 വയസ്സായി ഞാൻ കാത്തിക്കുക കുറച്ച് ആൾക്കാർ. ആ 18 വയസ്സായി നിങ്ങൾ വളർത്തിയാൽ മതി എന്നതിന് അർത്ഥം അല്ലേ. രാത്രി പകലാക്കുന്നു, പകല് രാത്രിയാക്കുന്നു. ഏതെങ്കിലും മക്കൾക്ക് വിശ്വാസം ഉണ്ടോ? അപ്പോൾ സത്യം ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം ചുമ നടക്കുമ്പോൾ പള്ളിയുടെ അടുത്ത് പോയി ഒരു ഒബ്സർവേഷൻ നടത്തി നോക്ക്. നിങ്ങൾ ആദ്യം പള്ളി കയറരുത്, നിങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കുക ഒരു വെള്ളിയാഴ്ച. എന്നിട്ട് നോക്കുക കുട്ടികൾ എന്താണെന്ന്. ഒരൊറ്റ ഒന്ന് പള്ളി കറക്റ്റ് സമയത്ത് കയറൂല. എല്ലാ വാച്ചിലൊക്കെ നോക്കിയാൽ പീക്ക് ടൈമിൽ ബൈക്കിന് മുകളിലൊക്കെ ഇരുന്ന് ചൊറിഞ്ഞ് ലാസ്റ്റ് മെസ്സേജ് കിട്ടി, അതിന് മെസ്സേജ് ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് അതിനും കൂടെ ഒന്നും കൂടെ അയക്കും, ലാസ്റ്റ് അതും കിട്ടണം. അപ്പോൾ അത് അങ്ങോട്ട് നോക്കും പള്ളിക്ക്. കുറേ കടയുടെ പുറകിൽ, കുറേ ബൈക്കിനകത്ത്, കൈപ്പിൻ്റെ പുറകിൽ, തെങ്ങും മൂട്ടിൽ ഇല്ല, കോണിക്കൂടിൻ്റെ അടിയിലൊക്കെ ആൾക്കാരെ കാണാം. ഇനി ഞായറാഴ്ച ദിവസമൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ വന്നാൽ മതി. പള്ളിയിൽ ചർച്ചിൽ കുർബാന നടക്കുമ്പോഴൊക്കെ ചെറുപ്പക്കാരെ ഒന്നും പള്ളിയുടെ ഫ്രണ്ടിൽ കാണൂല, എല്ലാം പുറകിലാ. അവർ പ്രാർത്ഥന തുടങ്ങിയിട്ട് കയറുള്ളൂ, പ്രാർത്ഥന തീരും ഇറങ്ങി ഓടും. ക്ഷമയില്ല അവർക്ക്, അവർക്കൊന്നും ക്ഷമയില്ല മക്കൾക്ക്. മക്കൾ അങ്ങനെ ആയി തീർന്നു, അവരെ കുറ്റം പറയല്ല. തലമുറകളെല്ലാം ഇങ്ങനായി മാറി. അവരിഷ്ടപ്പെടുന്ന വിരുദ്ധ ആഹാരങ്ങൾ അവർ കഴിക്കണം. അന്ത്യത്താഴം അത്തിപ്പഴം എന്ന് പറഞ്ഞ തലമുറയല്ലേ പഴയ തലമുറ. മക്കളിപ്പം അത്തിപ്പഴമാണോ കഴിക്കണേ? വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞ ഒരു ചാക്ക തിന്നണ സമൂസയൊക്കെ, ഒരു ചാക്ക്. എന്താ വൈറ്റില്ല മൈനസ് എന്താ സാധനം? ഇഷ്ടംമാതിരി അടിച്ച് വിടും. ഇപ്പം ഇഷ്ടം പോലെ കടകളാണ്, ഇതിന് സ്നാക്സിൻ്റെ കടകളാണ്. ഞാൻ ആ വഴിക്കട മുതൽ ഞാനും സൈദും കൂടെ എണ്ണിയായിരുന്നു മഞ്ചേരി വരെ 32 കുഴിമന്തിക്കട. 25 കിലോമീറ്ററിനുള്ളിൽ 32 കുഴിമന്തിക്കടയുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. എല്ലാം തുറക്കണ വൈകുന്നേരം 4-5 മണിക്ക് ശേഷം. 1 മണി 2 മണിക്കൊക്കെ ഇരുന്നിട്ട് കാടിച്ച് വാലിച്ച് തിന്നങ്ങനെ, എന്നിട്ട് സെൽഫി ഇടുക. ലൈമിനകത്ത് കാന്താരി ഇടുക, അതിനകത്ത് പെപ്സി ഒഴിക്കുക, വേറെ ചായ ഒഴിക്കുക, എന്തൊക്കെയാ തിന്നണ അറിയില്ല. അപ്പം അത് ഇന്നലെ പുതിയൊരു ആഹാരം ഇറങ്ങിയേക്കണം, അലുവ മീൻചാറും. അലുവ മീൻചാറ്, ലഡു ചമ്മന്തി, വാളംപുളി കട്ടൻ ചായ, ഇതൊക്കെ അവിടെ ട്രെൻഡ് കുട്ടികളുടെ. ഏതെങ്കിലും കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടോ? വല്ല ഉസ്താദുമാരോ അല്ല തങ്ങന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലച്ചന്മാരോ മതപണ്ഡിതരത് കട ഉദ്ഘാടനം ആരെങ്കിലും വിളിക്കുമോ? അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആരും വിളിക്കൂല. കാര്യം എന്താ? ഒരൊറ്റ മനുഷ്യൻ വരില്ല. ആ കടൻ്റെ ഉടമയുണ്ടാവും, ബന്ധുക്കളും ഉണ്ടാവും, 4 ആൾക്കാർ. പക്ഷെ ചില ആൾക്കാരൊക്കെ വിളിച്ചാലേ കുട്ടികളൊക്കെ കിട്ടുള്ളൂ അല്ലേ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാസർഗോഡ് എൻ്റെ സ്വൽപ്പം ബന്ധപ്പെട്ടുകൊണ്ട് ദയാബായി എന്ന് പറയുന്ന 74 വയസ്സുകാരി സാധുസ്ത്രീ നിരാഹാരം കിടന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ഒരു സെൽഫി എടുക്കാനില്ല. തൊട്ടപ്പുറത്ത് 150 മീറ്റർ അപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടന സെലിബ്രിറ്റി വന്നു. ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് കാണാൻ വേണ്ടിയിട്ട് ചെക്കന്മാർ മൊത്തം അവിടെ കൂടി. നമ്മൾ എത്രയുള്ള പീക്കരികൾ, 40 പോലീസുകാരുടെ കഷ്ടപ്പെട്ട് ഡ്യൂട്ടി എടുക്കുക അവിടെ. ഒന്ന് തൊട്ടോട്ടെ എന്നിട്ട് പോകാം ഒരുത്തൻ പറഞ്ഞ. എന്ത് തൊട്ടോട്ടെ എന്നിട്ട് പോകും? എവിടുന്നൊക്കെയോ വന്നേക്ക ബൈക്കിന് മുകളിൽ കയറിയിട്ട് അല്ലേ. അപ്പം അങ്ങനായി മാറി തലമുറ, അങ്ങനായി മാറി. അവരുടെ സിനിമകൾ ഏതൊക്കെയാ? പണ്ടൊക്കെ സത്യനും പ്രേംനസീറൊക്കെ അഭിനയിച്ച മനോഹരമായ ഗൃഹാതുരത്വം ഉണർത്തുന്ന മാനവികത, മനുഷ്യത്വവും സഹാനുഭൂതിയും സഹവൃത്തിയുള്ള മനോഹരമായ കഥകളാണോ ഇന്നത്തെ കഥകൾ? ലോകിദാസിൻ്റെ, സത്യനന്ദിക്കാടിൻ്റെ ഒക്കെ ഒരു സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് മെസ്സേജുകളുടെ കാലഘട്ടമുണ്ട്. എല്ലാ കലകളും കൂടെ സമന്വയിപ്പിക്കപ്പെടുന്ന മഹത്തരമൊരു കലയാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം, കല. അത് സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യണം, സമൂഹത്തെ നയിക്കണം. ഇന്നത്തെ സിനിമകളെ സമൂഹത്തെ നയിക്കുന്നുണ്ടോ? കറിയൽ പിതാവ് കുട്ടിയോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു ആവേശം. ആവേശം. വേറൊരു ചോദിച്ചു, നിനക്കോ? മഞ്ഞുമൽ ബോയ്സ്. നിനക്കോ? പ്രേമലു. അല്ലേ? ഈ 3 സിനിമകളുടെയും കഥാതന്തു എന്താ, ആത്മാവ് എന്താ? ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ അടി, ഇടി, കുടി. ഇതാ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടം. നെഗറ്റീവ് എനർജി സമൂഹത്തെ കയറി പിടിച്ചിരിക്കണം അല്ലേ. ചിലർക്കൊക്കെ കണ്ടു കാണും, ചില ആളുകൾക്കൊക്കെ നെഗറ്റീവ് കമൻറ്റ് കിട്ടിയാലേ സന്തോഷമുള്ളൂ. നല്ല കമൻറ്റ് ഇട്ട് അവർ ഡിലീറ്റ് ചെയ്ത് കളയും. ഐഡി നിങ്ങൾ സൂപ്പറായിട്ടോ, നല്ല മനുഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡി ചെയ്ത് വയ്ക്കൂ. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ തെറി പറയണം, തെറി പറഞ്ഞാൽ ചിരിക്കൂ. അങ്ങനെ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് കിട്ടണം. ഇതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. മനുഷ്യനെ എങ്ങനെ വേണമെങ്കിൽ കാലഘട്ടം ഒരാളെ തള്ളിക്കൊണ്ടു പോകും അല്ലേ, തള്ളിക്കൊണ്ടു പോകും. ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. നമ്മുടെ കർണാടകയിൽ ഉഷൂരിൽ മനാഫും ലോറി ഉടമ മനാഫും ലോറിയും അർജുനും ഒക്കെ ആയിരുന്നു കഥാവിഷയം. പക്ഷെ വാർത്ത പെട്ടെന്ന് മങ്ങിപ്പോയി.
ചാനലുകൾ ഒരുപാട് റേറ്റിംഗ് കൂട്ടി. മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിറഞ്ഞു നിന്നത് നമ്മളിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരൻ അർജുനനും ലോറിയും മനാഫും, ലോറികളുടെയൊക്കെ ത്യാഗങ്ങളും ഡ്രൈവർമാരുടെയൊക്കെ വേദനകളും ആ കുടുംബത്തിൻ്റെ രോദനങ്ങളെല്ലാം മാക്സിമം ഇമോഷൻസ്, സങ്കടങ്ങളെ കൂട്ടിക്കലർത്തി മലയാളിയുടെ തീൻമേശകളിൽ റേറ്റിംഗ് കൂട്ടി മാധ്യമങ്ങൾ. അതിനിടയിലാണ് പെട്ടെന്ന് കനത്ത മഴയുടെ പ്രഹരം താണ്ഡവമാടിയത് വയനാടിൻ്റെ മലകളിൽ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. 350ഓളം പേരുടെ മരണങ്ങൾ, 165ഓളം മൃതശരീരങ്ങൾ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ മുണ്ടേരി ദേശത്തേക്ക് ഒഴുകിയെത്തി 32 കിലോമീറ്ററുകൾ. ആ മൃതശരീരങ്ങൾ കിട്ടിയതിൻ്റെ വാർത്തകൾ, പോസ്റ്റ്മോർട്ടങ്ങൾ, അവിടുത്തെ ത്യാഗോജ്വലമായ രക്ഷാപ്രവർത്തനങ്ങൾ, സംഘടിതമായ മാനവിക മനുഷ്യത്വങ്ങളും മറ്റു പലരും കടന്നു വരുന്നു. ഇന്ത്യൻ മിലിറ്ററി, ബെയിലി പാലങ്ങൾ, അവിടുത്തെ സാഹോദര്യങ്ങളും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും മൃഗങ്ങളും അതുപോലെ നാൽക്കാലികളുടെയൊക്കെ മനസ്സും കണ്ണും അലിപ്പിക്കുന്ന വാർത്തകളും സമൂഹ മാധ്യമങ്ങൾ ബിസിനസിൻ്റെ റേറ്റ് കൂട്ടി. ആ വാർത്ത പെട്ടെന്ന് മാഞ്ഞു. വാർത്ത മാഞ്ഞപ്പോൾ വീണ്ടും അതാ ഒഷൂരിൻ്റെ മണ്ണിൽ നിന്ന് അർജുനൻ ഓടിച്ച ലോറി കിട്ടുന്നു. വാർത്ത പിന്നെ വേണ്ട അങ്ങോട്ടായി. ആ വാർത്ത പെട്ടെന്ന് മങ്ങി വീണ്ടും വേറെ വാർത്ത വന്നു. എന്താ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഏത് നടൻ കൊടുങ്ങും, ഏത് നടി കൊടുങ്ങും, അതിലേക്കായിരുന്നു വാർത്ത. ആ വാർത്ത പെട്ടെന്ന് മാഞ്ഞു. അങ്ങനെ പിന്നെ മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു. പിന്നെ പുതിയ ഇലക്ഷൻ വന്നു, എത്ര വോട്ട് കിട്ടും, ചൂട് വാർത്തയായിരുന്നു. പിന്നീട് ഒരുപാട് മരണങ്ങൾ, റോഡ് അപകടങ്ങൾ, ഇതെല്ലാം മലയാളികൾ ഇങ്ങനെ കണ്ട് നൈനിമിഷമായ നിമിഷത്തേക്ക് ചിന്തിച്ച് ആ പത്രങ്ങൾ മടക്കി വെക്കുന്നതോടുകൂടി വാർത്തയുടെ പ്രാധാന്യവും മടക്കി വെച്ചു ഹൃദയത്തിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെയാണെന്ന് രൂപത്തിലും ഭാവത്തിലും ഒക്കെ കണ്ട നമ്മൾ തീരുമാനിച്ചു ഇവൻ ഇങ്ങനെയാണെന്ന്. എന്തെങ്കിലും സത്യം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണോ? മുംബൈയിൽ ഒരു സാധു 32 വയസ്സായ അമ്മ മകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളം എടുക്കാൻ കുനിഞ്ഞപ്പോൾ കുട്ടി നിലത്തോട്ട് പോയി. 4ാമത്തെ പാരപ്പറ്റിൽ വീണ് ഈ കുട്ടി വീണു. ആ കുട്ടി മുട്ടിലിങ്ങനെ എഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും 2 ചെറുപ്പക്കാർ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി പുറത്തെടുത്തു. സമൂഹ മാധ്യമങ്ങൾ വൈറലായ വലിയൊരു വീഡിയോ ദൃശ്യമായിരുന്നു. ആ കുഞ്ഞ് ഇപ്പം താഴേക്ക് പോവും. 4ാമത്തെ നിലയുടെ മുകളിലാണ്, കോൺക്രീറ്റ് പതിച്ച കട്ടയിലേക്ക് വന്നിട്ട് ആ കുഞ്ഞ് വീഴും. 7 മാസമുള്ള കുഞ്ഞ് വീഴും. അപ്പം അങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. പക്ഷെ തുടർന്നുള്ള സോഷ്യൽ മീഡിയക്കകത്ത് വന്ന അറ്റാക്ക്, ഈ അമ്മയെക്കുറിച്ചുള്ള അപവാദങ്ങൾ, കുപ്രചാരണങ്ങൾ, കടുത്ത മാനസിക സംഘർഷത്തിന്, കടുത്ത ഡിപ്രഷന് അടിമയായ സ്ത്രീ മരുന്ന് കഴിക്കാൻ തുടങ്ങി. 1 മാസവും 4 ദിവസവും പിന്നിട്ടില്ല ആ സ്ത്രീ ആ ഫ്ലാറ്റിൽ ഒരു കഷ്ണം കയറിൽ മനംതൊന്ന് തൂങ്ങി മരിച്ചു. സോഷ്യൽ മീഡിയ അറ്റാക്ക്. മഞ്ജു വാര്യരും ദിലീപും സ്നേഹിച്ച് വിവാഹിതരായിരുന്നു. കുഞ്ഞിപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി സിനിമാ നടൻ ദിലീപിൻ്റെ മകള്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. മഞ്ജു വാര്യർ സെപ്പറേറ്റ്, ദിലീപ് സെപ്പറേറ്റ്. ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തു നിയമപരമായി. മഞ്ജു വാര്യർ വിവാഹം ചെയ്തില്ല. ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നു സിനിമകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും. ഒരു പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ കോടതി വരാന്തകളിലോ സോഷ്യൽ മീഡിയകളിലോ മഞ്ജു വാര്യർ തൻ്റെ ഭർത്താവായ ദിലീപിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ദിലീപും തൻ്റെ ഭാര്യയായ മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയില്ല. ആദ്യ ഭാര്യയെ കാവ്യമാധവനും കുറ്റപ്പെടുത്തിയിട്ടില്ല, ദിലീപിനെ മഞ്ജു വാര്യയും. ഇവരാരും പരസ്പരം ഒരക്ഷരം പോലും പറഞ്ഞതൊരു മലയാളിയും കേട്ടിട്ടില്ല. പക്ഷേ നമുക്കാ പ്രശ്നം. എന്നാലും കാവ്യമാധവൻ, എന്നാലും ആ മഞ്ജു, എന്നാലും ആ ദിലീപ് അല്ലേ? റഹ്മാനും ഭാര്യയും വിവാഹമോചനം തേടുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുകയല്ല കേട്ടോ. പക്ഷെ അവരിലൊരു പ്രശ്നമല്ല, പക്ഷെ നമുക്കാണ് പ്രശ്നം. അതിലാരോ വന്നിട്ട് അവർ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഈസ് എ ജെന്റിൽമാൻ, എൻ്റെ ഭർത്താവ് ഒരു ജെന്റിൽമാനാണെന്ന് പറഞ്ഞു. അപ്പം സോഷ്യൽ മീഡിയ വീണ്ടും ചോദിച്ചു, അങ്ങനെ ജെന്റിൽമാനാണെങ്കിൽ പിന്നെ എന്തിനാ കാര്യം തീർക്കണം? അത് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ? ഇങ്ങനെയാണ്. അവനവൻ്റെ ആത്മസുഖം അന്വേഷിക്കാതെ അപരൻ്റെ സുഖം അന്വേഷിക്കാൻ വല്ലാത്ത ത്വരതയാണ് ഓരോ മനുഷ്യനും. അതാണ് ലോകത്തിൻ്റെ പ്രശ്നം. പക്ഷെ നമുക്കൊരു ദുരന്തം വരുമ്പോൾ നമ്മൾ അത് ഹൃദയത്തിലേറ്റും. ലഹരി എന്ന് പറയുന്ന ഒരു മഹാദുരന്തം സംഭവനത്തിലേക്ക് ക്ഷണിക്കാതെ കടന്നു വരുന്ന ദിവസമുണ്ട്. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മകളിലൂടെ ഉറ്റവരിലൂടെ ഒക്കെ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം, ആ സ്വത്വം വീടിനകത്തേക്ക് കടന്നു വരും. ആ വീടിനകത്തേക്ക് കടന്നു വന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉരുകിത്തീരുന്നത് ആ കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത്, സമാധാനം നഷ്ടപ്പെട്ട് ചിത്തഭ്രമം ബാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ലോകത്ത്. അത് ആ കുഞ്ഞിൻ്റെ ഉപ്പയായിരിക്കും, അപ്പനായിരിക്കും, അച്ഛനായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും
ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം നമ്മുടെ ഏതെങ്കിലും ദേശത്തിനകത്തൊരു വീട്ടിൽ സംഭവിച്ചാൽ ആൾക്കൂട്ടങ്ങളിലോ കവലകളിലോ ചായക്കടകളിലോ ഒന്നും നമ്മളവരെ പരിഹസിക്കരുത്. എൻ്റെ അപേക്ഷയാണ്, പരിഹസിക്കരുത്. ആ വീട്ടിൽ പോകണം, ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് സങ്കടപ്പെടണ്ട. കുട്ടികൾ ഇങ്ങനെയല്ലേ കാലത്തെ കുട്ടികൾ, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നിങ്ങൾ പീടിയൊക്കെ ഒന്ന് ഇറങ്ങി, നിങ്ങൾ കവലയൊക്കെ വരീ എന്ന് പറയണം. ഒരു സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഏകദേശം 30 ദിവസം ആ വേദന ഉണ്ടാവും. 30 ദിവസം കഴിയുമ്പോൾ പുതിയ പ്രകാശവും പ്രഭാതവും ഒക്കെ കണ്ട് സഹചാരികളൊക്കെ കണ്ടുകൊണ്ട് ആ വേദന അവൾ ഇങ്ങനെ ഇല്ലേ കുറഞ്ഞ് അവൾ പുതിയ സാഹചര്യമായി അവൾ അതിജീവിച്ചു പോകും. ഏതൊരു ചെടിയും അങ്ങനെയാണല്ലോ, പറിച്ചെടുത്താൽ നട്ട ചെടി ആ മണ്ണിൽ പിഴുതെടുക്കുമ്പോൾ ആ ചെടിക്ക് 2 ദിവസം ആ ചെടിക്ക് വാട്ടമുണ്ടാവും. പിന്നെ പുതിയ മണ്ണിൽ കൊണ്ട് തടുമ്പോൾ ആ പുതിയ മണ്ണിനെ ആ ചെടി സ്വീകരിക്കണം. അങ്ങനെ ഇലകളൊക്കെ ബലം പ്രാപിച്ചു, അങ്ങനെ ചെടി വീണ്ടും പഴയതിലേക്ക് പച്ചപ്പിലേക്ക് തിരികെ വരും. ഇതൊരു പ്രതിഭാസമാണ്. അതുപോലെ ഒരു വീട്ടിനകത്ത് 9.5 മാസക്കാലത്തോളം ഒരു അമ്മ ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്നൊരു അമ്മ തിരിച്ചറിഞ്ഞ സമയം തകർന്നു പോകും. 30 ദിവസമല്ല, 300 ദിവസമല്ല, അമ്മ 99 അല്ല 100 വർഷം വരെ അമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടല്ലോ എന്ന് ഓർത്തമ്മ ഉരുകി അമ്മ കഴിയും. ഉറപ്പാ, ആ ഉമ്മ ഉരുകിയേ കഴിയുള്ളൂ. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന ദുരന്തം കേവലം 3 അക്ഷരത്തിൻ്റെ ആഴമല്ല. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം സ്വശരീരത്തെ മാത്രമല്ല സ്വകുടുംബത്തെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനോവികാരങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു സത്വമാണ് ലഹരി എന്ന് പറയുന്ന സത്വം. കേവലം ഒരു വേദിയിൽ സംസാരിച്ച് തീരുന്ന ഒരു കാര്യമല്ല ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം. നമ്മുടെ നാടിന് എന്തൊക്കെയോ സംഭവിച്ചു പോയി. നമ്മുടെ നാടിന് കാസർഗോഡ് പടന്നക്കാവ് മഹലിൽ ഞാൻ പരിപാടി നടന്നുകൊണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ചർച്ച വേദിയായിരുന്നു. അവിടെ ഒരു ഡിബേറ്റ് ആയിരുന്നു. അവിടെ ഇതുപോലെയുള്ള ഒരു വർത്തമാനം പറച്ചിലുള്ള ഡിബേറ്റ് ആയിരുന്നു. ചില ചോദ്യങ്ങളും ചില ആർഗ്യുമെൻ്റൊക്കെ നടക്കുന്ന ഒരു വേദി. ഞാൻ അവിടെ വേദിയോട് ചോദിച്ചു, ലഹരി എന്താണെന്ന്. പഴയ കുറേ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടത്, പഴയ 80, 65, 90 വയസ്സായ ആൾക്കാർ. അതിൽ ഒരാൾ പറഞ്ഞു ലഹരി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബീഡി. ബീഡി, പിന്നെയോ കള്ള്, പിന്നെ മൂക്കപ്പൊടി അല്ലേ. 80, 60, 70 വയസ്സായ ആൾക്കാർ പറയുകയാണ് ബീഡി, കള്ള്, മൂക്കുപ്പൊടി, വെറ്റിലപ്പാക്ക്, ഇതൊക്കെയാണ്. നല്ല ഓടിക്കളിക്കണ ചിക്കാപ്പി കുട്ടികളുണ്ട്. അവരുടെയും ചോദിച്ചു എന്താ മക്കളെ ലഹരിയെന്ന്. ലഹരിയോ MDMA, വേറൊന്ന് പറ കഞ്ചാവ്, പിന്നെയോ ഹാൻസ്, കൂൾ, LSD എന്നൊക്കെയാണ് പറയുന്നത്. ഇതെവിടുന്ന് അവരൊക്കെ കേട്ടത്? അവരെ ഉപയോഗിച്ചുകൊണ്ടാണോ? ദൈനംദിന ജീവിതത്തിൽ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടും കേട്ടും കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിനകത്ത് ഇത്തരത്തിലുള്ള വീര്യം കൂടിയ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ് നാട്ടിൽ കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു മില്ലേനിയം ജനറേഷൻസ്. അതിന് അവസാനം ഞാൻ പറഞ്ഞു 1975 വരെ ജനിച്ച തലമുറയാണ് മില്ലേനിയം. 1974 ഒരു പത്രമുണ്ട്. പത്രം ഇവിടെ അച്ചടിച്ചിരിക്കുന്ന അറിയാമോ? പത്രം അച്ചടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എഡിഷനാണ്. ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാണ്. തിരുവനന്തപുരം എഡിഷൻ അച്ചടിച്ചിരിക്കുന്ന മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്ത, തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. തലസ്ഥാന നഗരത്തു നിന്നും ഇന്നലെ 60 ഗ്രാം കഞ്ചാവ് പിടികൂടി. എത്ര ഗ്രാമാ? 60 ഗ്രാം കഞ്ചാവ്. ഏകദേശം 1, 2, 3 വാച്ച് തൂക്കിയാലുള്ള തൂക്കം 60 ഗ്രാം. 1975 സ്റ്റേറ്റ് ന്യൂസാണ്, പത്രത്തിലെ പ്രധാന വാർത്തയാ. ഇനി 1910 ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഫ്രം തൃശ്ശൂർ ഇൻ ഫ്രണ്ട് ഓഫ് പാറമക്കാവ് ക്ഷേത്രം ഫ്രം തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ആ തൃശ്ശൂരിൽ വെച്ചിട്ട് പിടികൂടിയ ലഹരി 1 കിലോയും 250 ഗ്രാമുമാണ്. അത് പ്രധാന പേജിൽ വാർത്തയായിരുന്നു. അത് 10. അത് കഴിഞ്ഞ് 2011, 12 തുടങ്ങി 2024 കൊണ്ടുവരാം, പെട്ടെന്ന് കൊണ്ടുവരാം. 2024 ഒക്ടോബർ 7-ാം തീയതി പെരിന്തൽമണ്ണയിലെ മാനത്തുമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബൈപ്പാസിൽ വെച്ച് 21, 22 വയസ്സായ 2 ചെറുപ്പക്കാരെ നിന്നൊരു കറുത്ത സ്വിഫ്റ്റിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഡാൻസാപ്പ് ടീം അംഗങ്ങൾ പിടികൂടിയത് 196 കിലോ കഞ്ചാവാണ്. ഈ 196 കിലോ കഞ്ചാവ് പിടികൂടിയ വാർത്ത പിറ്റേന്ന് ഒരു പത്രമാധ്യമങ്ങളിൽ വന്നില്ല. അന്ന് ഹേമ കമ്മീഷൻ ഉൾപ്പെടെ കുടുങ്ങിയ പ്രധാനപ്പെട്ട 2 സിനിമാ നടന്മാരുടെ വാർത്തയായിരുന്നു ഫ്രണ്ട് പേജ് നിറഞ്ഞു നിന്നത്. വാർത്ത പിറ്റേ ദിവസം വന്നു, 3-ാമത്തെ പേജിലാണ് വന്നത്. പെരിന്തൽമണ്ണ പോലീസ് വൻ കഞ്ചാവ് പിടികൂടി. നോക്കണം, 60 ഗ്രാം കഞ്ചാവ് 1975 സ്റ്റേറ്റ് ന്യൂസ് ആയപ്പം 2024 196 കിലോ കഞ്ചാവ്. പ്രാദേശിക പേജിന്റെ പിന്നാമ്പർജത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് ആധിക്യം എന്താ പ്രിയപ്പെട്ട നാട്ടുകാർ? ആരാ ഉത്തരവാദി? ആരാ?
ഇന്ന് തലമുറയ്ക്കൊന്നും അറിവില്ലാത്തത് കൊണ്ടാണോ? തലമുറയ്ക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ? ഇന്ന് നമ്മുടെ മക്കളുടെ മിടുക്കരാ. അവർക്കറിയാം 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നാലാണ് ജലമുണ്ടാകുന്നത്, വെള്ളമുണ്ടാകുന്നത്. മക്കൾക്കറിയാം. അതേ ജലം തന്നെ നിങ്ങളുടെ കൊണ്ടുവച്ചിട്ടുണ്ട് കുപ്പിയിൽ. ഇതൊരു തിരിച്ചറിവാണ്. കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് ഈ വെള്ളം അറിവല്ല, ഇത് തിരിച്ചറിവാണ്. ഇവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് ദാഹിക്കുമ്പോൾ ചോദിക്കാതെ കുടിക്കണമെന്നുള്ളത് ചില തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ മക്കൾക്കില്ല. വീട്ടിലേതെങ്കിലും നിങ്ങളുടെ മക്കൾ, ചെറുപ്പക്കാരെ മക്കളിരിക്കും, ആൽഫ കാറ്റഗറിയിൽപ്പെട്ട മക്കളിരിക്കും, ഒരു ബന്ധു വന്നാൽ ഉമ്മയോ ഉപ്പയോ വീട്ടിലില്ലെങ്കിൽ മകൻ്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് അങ്കിളെ ആൻറ്റി കയറി ഇരിക്കുന്നു പറഞ്ഞ് അടുക്കളയിൽ പോയി ഉമ്മ കാച്ചി വെച്ച വെള്ളം എടുത്തൊരു ഗ്ലാസ്സിലൊഴിച്ച് വൃത്തിയായിട്ട് 2 കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതിഥിക്ക് കൊടുത്തിട്ട് ഫാൻ ഇട്ടിട്ട് അടുത്തിരുന്നിട്ട് അങ്കിളുടെ വീട് എവിടെയാ, ആൻറ്റീൻ്റെ വീട് എവിടെയാ, കുട്ടികളൊക്കെ ഉണ്ടോ, പഠിക്കുന്നുണ്ടോ, ഉമ്മ ഇപ്പോൾ വരൂ കേട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് എത്ര മക്കൾ അവരെ അഭിസംബോധന ചെയ്ത് ഔചിത്യ മര്യാദയോട് സംസാരിക്കും. അതിൻ്റെ പേരാ തിരിച്ചറിവ്. ആ തിരിച്ചറിവെന്നില്ല. ഇന്ന് മക്കളോട് 3 വട്ടം ചോദിക്കുകയാണ് ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ. ഉപ്പയാ ഉപ്പച്ചേ, മോനെ ഉപ്പയുണ്ടോ വീട്ടിൽ, ഉപ്പച്ചാ അല്ലേ, മറുപടി കിട്ടുമോ? കിട്ടൂല. കാര്യം എന്താ? അവരെ ശിരസ്സതില്ല. ഇന്ന് കവലകളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ആൾക്കൂട്ടങ്ങളെ പോയിട്ടുണ്ടോ? സദസ്സ് പോയിട്ടുണ്ടോ? ചർച്ചിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ടുണ്ടോ? സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോയിട്ടുണ്ടോ? എവിടെയും അല്ലേ സ്വസ്ഥതയില്ല. കാര്യം എന്താ? എല്ലാവരുടെ കയ്യിലും ഈ സാധനമാണ്. ഈ 4-5 വീതിയും 2 ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇന്ന് ഭർത്താവിനെ കേൾക്കാൻ ഭാര്യയ്ക്ക് സമയമുണ്ടോ? ഭാര്യമാരെ നിങ്ങൾക്ക് ഭർത്താവിനെ കേൾക്കാൻ സമയമുണ്ടോ? നിങ്ങൾ 2 മിനിറ്റ് നിങ്ങളും തോണ്ടല്ല പരിപാടി, നിങ്ങൾക്കും തോണ്ടൽ അല്ലേ? ഭർത്താവിന് 3 മിനിറ്റ് ഭർത്താവും തോണ്ടുക, ഭാര്യയും തോണ്ടുക, എല്ലാവരും തോണ്ടുക അല്ലേ? കുടുകുടു തോണ്ടലയോ തോണ്ടൽ. കട്ടിലെ കിടന്ന് ഭാര്യയും തോണ്ടിച്ചിരിക്കേണ്ട, ഭർത്താവും ചിരിക്കുന്നുണ്ട്, ഇറച്ചിരിക്കുക പെരിഞ്ചിരി. ഭർത്താവ് ചിരിച്ച് ഭാര്യ നിലത്ത് പോകാറായി കട്ടിലേന്ന്. ഭർത്താവ് ചന്തയോട്ടൊക്കെ ഇങ്ങനെ തള്ളി വെക്കുന്നുണ്ട്, നീ കടക്കടി അങ്ങോട്ട് കറണ്ട്. ഭാര്യ കേൾക്കണ്ടേ? കാര്യം ഭാര്യ ചിരിക്കാത്ത ഈ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് കട ഭർത്താവും ചെവി വെച്ചിട്ട് പെരിഞ്ചിരിയാ. 2 റീൽസ് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ. അതിൽ ഭർത്താവ് ഗതി കെട്ടിട്ട് ഇപ്പം നിലത്ത് പോകാറായപ്പോൾ ഭർത്താവ് ഒരു കൈ നിലത്ത് കുത്തിയിട്ട് തള്ളിയിട്ട് ഇപ്പോൾ മാറുന്നില്ല. ഒരു മെസ്സേജ്, മുത്ത ഒന്ന് നീങ്ങി കിടക്കടിയെന്ന്. മുത്ത ഒന്ന് നീങ്ങി കിടക്കടിയെന്നൊരു മെസ്സേജ് ഫോണിൽ. മെസ്സേജിൻ്റെ ഒച്ച എന്നാണ്ട് കേട്ടപ്പോൾ ഭാര്യ ഇങ്ങനെ എടുത്തിട്ട് ഓ സോറി ഡാ കുട്ടാ എന്ന് പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ്. എന്നിട്ട് ഭാര്യ നീങ്ങി കിടന്നു. ഒരു കട്ടിൽ പോലും കമ്മ്യൂണിക്കേഷൻ മൊബൈലിലൂടെ കൊടുക്കേണ്ട ഒരു കാലത്തിലാണ് ഈ ലോകം മുമ്പോട്ട് പോകുന്നത് അല്ലേ? ഈ ലോകം മുമ്പോട്ട് പോകുന്നത്. ആർക്കാ പരാജയം പറ്റുപോയത്? നിങ്ങൾ കണ്ടോ? ഇപ്പോൾ ചോങ്ജിങ് സിറ്റി ഫ്രം ചൈന, ഗൂഗിളിൽ നടിച്ചു നോക്കി, ചോങ്ജിങ് സിറ്റി ഫ്രം ചൈന. ആ സിറ്റിക്ക് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? എന്താ? അവിടെ വിചിത്രമായ മത്സരങ്ങൾ നടക്കുന്ന സിറ്റിയാണ്. ആ സിറ്റിയിലൂടെ ഒരാൾ മോട്ടോർ സൈക്കിൾ പോയി ഞങ്ങളെ പിടിക്കും, പോലീസ് പിടിക്കും. 5 ആൾ 4 ആൾ മോട്ടോർ സൈക്കിൾ പോകണം. കാറിൽ ഒരാൾ പോയാൽ പിടിക്കും, വലിയ ഫൈനാണ്. ഒരു കാറിനകത്ത് 12 ആളൊക്കെ പോകണം, മടിയിലൊക്കെ ആളെ വെച്ച് പോകണം. മാക്സിമം മാൻ പവറും മെക്കാനിക്കൽ പവറും യൂസ് ചെയ്യണം ആ സർക്കിളിൽ. അങ്ങനെ മാതൃകപരമായ വിചിത്രമായ മത്സരം നടക്കുന്ന ചോങ്ജിങ് സിറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ചോങ്ജിങ് സിറ്റിയിൽ നടന്ന മത്സരമാണ് 2024 ഏപ്രിൽ നടന്നൊരു മത്സരമാണ്. മത്സരം എന്താണെന്നറിയാമോ? 1000 പേരെ സെലക്ട് ചെയ്തു, 100 പേര് ഫൈനലിലെത്തി. 1ാം സമ്മാനം കിട്ടിയ കുട്ടിക്ക് കിട്ടിയത് 10 ലക്ഷമാണ്. അവൾക്ക് കിട്ടിയ മാർക്ക് 89 100-ൽ. 10 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂട്ടി കിട്ടിയ മാർക്കാണ് 100-ൽ 89. അവൾ അതിജീവിച്ച സമയം 8 അവേഴ്സാണ്. 8 അവേഴ്സാണ് ആ മത്സരത്തിൻ്റെ ഡ്യൂറേഷൻ. അവൾ അതിജീവിച്ചത് 6 മണിക്കൂറും സംതിങ്ങും. അതിനാണ് 1ാം സമ്മാനം. 2ാം സമ്മാനക്കാരിക്ക് 4.5 മണിക്കൂർ. 3ാം സമ്മാനക്കാരി 2 മണിക്കൂറും 28 സെക്കൻഡും. 3ാം സമ്മാനക്കാരി. മത്സരം എന്താ? യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും ഉപയോഗിക്കാൻ പാടില്ല ഈ ഹാളിനകത്ത്. പുസ്തകങ്ങൾ വായിക്കാം, ഉറങ്ങാൻ പറ്റില്ല. ഒരു എക്സ്പേർട്ട് പാനൽ അനലൈസ് ചെയ്യുന്നുണ്ട്, ഇവരെ വിലയിരുത്തുന്നുണ്ട്. ബോഡി ലാംഗ്വേജും വർത്തമാനങ്ങളും ചിന്തകളും എല്ലാം വിലയിരുത്തുന്നു. അവരിട്ട മാർക്കാണ് 189. ആ 189 കിട്ടിയ കുട്ടി 6 മണിക്കൂർ അതിജീവിച്ചിട്ട് പോയിട്ടില്ല മുമ്പോട്ട്. 2 മണിക്കൂർ ബാക്കിയുണ്ട്, എത്തിയില്ല അവിടെ. മനസ്സിലാക്കേണ്ടത്, ആ വർഷം ശാസ്ത്രലോകം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓരോ വർഷം ഒരു വേർഡ് ഇറക്കുന്നുണ്ട്. ഒരു വേർഡ് 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് എന്താണെന്നറിയാമോ? ബ്രെയിൻ റോട്ടാണ്. ബ്രെയിൻ റോട്ട്. വാട്ട് ഈസ് മീനിങ് ഓഫ് ബ്രെയിൻ റോട്ട്? നിലവാരമില്ലാത്ത ഓൺലൈൻ ചാറ്റിങ്ങുകൾ, നിലവാരമില്ലാത്ത ഓൺലൈൻ ട്രേഡിങ്ങുകൾ, നിലവാരമില്ലാത്ത അവിശുദ്ധമായ ചാറ്റിങ്ങുകൾ, നിലവാരമില്ലാത്ത അശ്ലീല ചിത്രങ്ങൾ കാണൽ, നിലവാരമില്ലാത്ത കുട്ടികളുടെ ഗെയിമുകൾ, നിലവാരമില്ലാത്ത അൺടൈമുകളിൽ മൊബൈലും വാട്സപ്പും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആ സ്വാഭാവിക രീതിയെ മൊത്തത്തിൽ ഒരു സർക്കിൾ ഇട്ടുകൊണ്ട് ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് ബ്രെയിൻ റോട്ട്. തലച്ചോറിന് ചീയൽ സംഭവിച്ചിരിക്കുന്നു,
പുതുതലമുറയ്ക്ക് തലച്ചോറ് ചീൽ സംഭവിച്ചിരിക്കുന്നു. ഇവിടെയുള്ളവരോട് ചോദിക്കാം, രാത്രി ഇരിക്കണ എത്ര പേര് രാത്രി 9:30 മണിക്ക് നെറ്റ് ഓഫാക്കുന്നവരുണ്ട്? രാത്രിയിൽ മൊബൈൽ ഫോണിൻ്റെ ഒരേ കൈകൾ പൊങ്ങി, വെരി ഗുഡ്, പ്രൗഡ് ഓഫ് യു. 9:30 മണിക്ക് രാത്രി, വെരി ഗുഡ്. 9 മണിക്ക് റേഞ്ച് ഓഫാക്കും. അതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്താണെന്നറിയാമോ? കേട്ടോണം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് ഓഫാക്കുന്ന മെച്ചങ്ങൾ ഒരുപാടുണ്ട്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത തീരുവില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിഭീകരമായ അവസ്ഥയുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ അടുത്ത് ഫോൺ വയ്ക്കുക, ബഡ്സുകൾ വയ്ക്കുക, മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് ഓഫാക്കുക, നെറ്റ് ഓഫ് ചെയ്യുക, വൈഫൈ ഓഫാക്കുക. നമ്പർ 1. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 10 മണിക്ക് കിടന്നുറങ്ങുക, രാവിലെ 5 മണിക്ക് ഉണർന്ന് എഴുന്നേൽക്കുക. ഇങ്ങനെ എഴുന്നേൽക്കുന്ന രീതി നമുക്കുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാന് ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവനെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്ത് മലപ്പുറം ജില്ലാ കലക്ടർ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു. നെല്ലിക്ക എന്ന പരിപാടി പേര്. നെല്ലിക്ക കേട്ട് കാണും. നെല്ലിക്ക എന്താ പരിപാടി? എന്താ? മലപ്പുറം കലക്ടറിൻ്റെ ക്യാൻറ്റീനകത്ത് ചായ ചോദിച്ചാൽ മധുരം ഇട്ട് തരൂല. മലപ്പുറം കലക്ടറേറ്റ് സ്റ്റാഫുകളും അവിടെ ഔദ്യോഗിക പരിപാടി നടന്നാൽ അവിടെ നിങ്ങൾ മീറ്റിങ്ങിന് പോയാൽ നിങ്ങൾക്ക് ചായയിൽ മധുരം തരൂല. അവിടെ വിത്തോട്ടുന്ന ചായ മാത്രമേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് പൊട്ടിയിട്ട് ചികിത്സിക്കാൻ പോയി, ഒരു വൈദ്യനെ കാണാൻ പോയി, അല്ലെങ്കിൽ ലഹരി പദാർത്ഥവും ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ എത്ര ദിവസമാണ് ചികിത്സിക്കാന്നറിയാമോ? 21 ദിവസമാണ്. 7ന്റെ 3 ഗുണികളാണ്. 7 ഗുണിക്കണം 3 = 21 ഡേയ്സ്. വൈദ്യനെടുത്തോ, വൈദ്യൻ എന്താ പറയുക? നമുക്കൊരു 3 ആഴ്ച അങ്ങോട്ട് കെട്ടി നോക്കുക, ഇട്ടുവോ ശരിയാവും നോക്കുക പറയും. 3 ആഴ്ച, ഒരു 3 ആഴ്ച മരുന്ന് കഴിക്കുക അല്ലേ? കാര്യം എന്താ? ശരീരം അതിനോട് പൊരുത്തപ്പെടണം അല്ലേ? ഇനി 21 ദിവസം നിങ്ങൾ മധുരമിടാത്ത ചായ മക്കൾക്കും സഹോദരിമാരൊക്കെ കേട്ടോളൂ. 21 ഡേയ്സ് നിങ്ങൾക്ക് മധുരമിടാത്ത ചായ കുടിച്ചാൽ 22ാമത്തെ ദിവസം നിങ്ങൾ കുടിക്കുന്ന ചായക്ക് മധുരമിട്ടാൽ നിങ്ങൾ തുപ്പിക്കളയും. മധുരമിടാത്ത ചായ ഏറ്റവും നല്ല ചായയുടെ റിയൽ ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ ദമാമിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ബഹ്റിനിൽ ദമാമിൽ പ്രോഗ്രാം ചെയ്യാൻ വന്നിട്ട് ഒരാഴ്ച 5 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ സൗദിയുടെ മണ്ണിലെല്ലാം ഇപ്പോൾ കോഫി ഷോപ്പുകളുണ്ട്. കാര്യം സ്വദേശീയവൽക്കരണം വന്നപ്പോൾ അവിടുത്തെ വനിതകൾക്ക് സംരംഭങ്ങൾ വന്നു, ഒരുപാട് ബിസിനസ് എൻ്റർപ്രണേഴ്സ് വന്നു. നല്ല നല്ല കോഫി ഷോപ്പുകളൊക്കെ ദുബായിയുടെ മണ്ണിൽ, സൗദി ദമാമിലും അതുപോലെ ബഹ്റൈനിലും ഈ സ്ഥലത്തെല്ലാം ഇഷ്ടം പോലെ കോഫി ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിൽ കയറിയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാണ്. കോഫിയുടെ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഷുഗർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നോട്ട്സുകളൊന്നും നമുക്ക് കിട്ടൂല. പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചൊക്കെ അവിടെ ഞാൻ ചുരുക്കുകയാണ്. 21 ദിവസം മധുരമില്ലാത്ത ചായ കുടിച്ചാൽ 3 ഗുണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരീരം നമുക്ക് ശുദ്ധിയാകാൻ പറ്റും, നമ്മുടെ ബോഡി പെയിനുകളും മുട്ടുവേന നടുവേനയൊക്കെ മാറ്റാൻ പറ്റും. ഡയറ്റിങ് നിങ്ങൾ എടുത്താൽ കൃത്യമായിട്ട് ശരീരത്തിൽ കാണാൻ പറ്റും. മധുരം ഒഴിവാക്കാതെ നിങ്ങൾ എത്ര വലിയ ഡയറ്റിങ് എടുത്താലും നിങ്ങളുടെ ശരീരത്തിൻ്റെ വണ്ണം അങ്ങോട്ട് കുറഞ്ഞു കിട്ടൂല. പലരും പറയും, ഞാൻ എത്ര പട്ടിണി എടുത്തിട്ട് എടാ ഒന്നും കഴിക്കില്ലടാ, തടി കൊണ്ട് കുറയില്ലടാ. സത്യം എന്തറിയടാ, ഒന്നും കഴിക്കണില്ലേ, തടി കുറയണില്ല. മധുരം കുറച്ച് നോക്കിയേ. ബലൂണ് കാറ്റ് വെച്ചോണ്ടുണ്ടാവും മധുരം കുറച്ചാൽ. എഴുതി വെച്ചോ പേപ്പറിനകത്ത് ഞാൻ പറയണത്. മധുരം കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ജീവിതം ധന്യമായി. ജീവിതം ധന്യമായി. ഒരു ആവശ്യമില്ലാത്ത സാധനമാണ് ഷുഗർ കണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. ഈ ഒരു കാര്യം ഇന്നത്തെ ദിവസത്തിനകത്ത് ചെറിയൊരു കാര്യം, വലിയ കാര്യമല്ല. ഇനി ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ സഹോദരിമാരൊക്കെ കേട്ടോ. മധുരം കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം മധുരമിടാത്ത ചായയും ചോദിക്കും. ഈ മധുരമിടാത്ത ചായ എന്ന് പറയുന്നതിൻ്റെ അഡിക്ഷൻ പവർ ഇനി ശ്രദ്ധിച്ചോണേ. അത്ഭുതം പറയാൻ പോവാം. 10% 10% ഒരു ചായയിലെ മധുരത്തിൻ്റെ ഷുഗറിൻ്റെ അഡിക്ഷൻ 10%. ഇപ്പം മനസ്സിലായി കാണും. ഇനി അടുത്തിലേക്ക് പോകാം. ഒരു സിഗരറ്റിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് 500%. ചായക്ക് 10% അഡിക്ഷൻ പവർ, ഒരു സിഗരറ്റിന് 500% അഡിക്ഷൻ പവർ, മദ്യത്തിന് 750% അഡിക്ഷൻ പവർ. മദ്യത്തിന് ഒരു കഞ്ചാവിൻ്റെ അഡിക്ഷൻ പവർ എന്നത് 1000 ഒരു സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിൻ്റെ അഡിക്ഷൻ പവർ എന്നത് 2025 2500 മടങ്ങ് അഡിക്ഷൻ പവറുണ്ട്. ഒരു ചായയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ മനസ്സിലാക്കി കാണും. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ചായ എന്ന് പറയുന്നതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ ഇട്ടിട്ട് ഒഴിവാക്കുന്നതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് 10% അതിൽ നിന്നാണ് ഈ പറയുന്ന സിഗരറ്റും മദ്യവും ഒക്കെ പോയ പോക്ക്. ഇനി നോക്കിക്കോണം. നിങ്ങളെ വീണ്ടും ഞാൻ കൊണ്ടുപോകട്ടെ, എങ്ങോട്ടാണ് നോക്കിക്കോണേ, ശരിക്കും നോക്കിക്കോ. ഇതൊരു ബോധവൽക്കരണമൊന്നുമല്ല. 10:1 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. 10:1 എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 10 ഒരാളെ ഇപ്പം മുറുക്കണുള്ളൂ. 10 മുറുക്കണുള്ളൂ. 10:2 10 2 പേരാണ് പുകവലിക്കണുള്ളൂ. 10:3 10 3 പേരെ മദ്യപിക്കണുള്ളൂ. 10:4 10 കുറച്ച് പേടിക്കണം. 10:4
സ്റ്റാമ്പ്, കൂൾ, ഹാൻഡ്സ് പോലുള്ള സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് കയ്യിൽ വെച്ച് തിരുമ്മി ഉപയോഗിക്കുന്ന സാധനമാണ് 10:4 ഹാൻഡ്സ് കൂളും. 10:5 ദെൻ ഓൺലി to be the metropolitan city, especially ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, ഹൈദരാബാദ് പോലുള്ള തിക്കായിട്ടുള്ള സർവകലാശാല ബേസ്ഡ് ഓറിയൻറ്റേഷനുള്ള ഈ പറയുന്ന ഡാർക്ക് ഹൈബർ വെബുകളുള്ള മ്യൂസിക് ഈവൻറ്റുകളുള്ള നിശാ ക്ലബ്ബുകളുള്ള എക്സ്റ്റൻസ് സ്പാകളൊക്കെ നിലനിൽക്കുന്ന ഹെബായിട്ടുള്ള ബാംഗ്ലൂർ പോലുള്ള ജാർഖണ്ഡ് പോലുള്ള ഗോവൻ തീരങ്ങളിലൊക്കെ 10 ചെറുപ്പക്കാരെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ 5 ചെറുപ്പക്കാരുടെ സിരകളിൽ ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കമ്പൽസറി ഉണ്ട്.